അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത അധ്യായമാണ് ഇസ്രാ മിഅ്റാജ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവുമായി മുനാജാത്ത് നടത്തിയതിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ് റജബ് 27. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കിയ സന്ദർഭമായിരുന്നു അള്ളാഹുവിനെ കണ്ട സന്ദർഭം. ആ സമയത്ത് പോലും ഈ ഉമ്മത്തിനെ ഓർത്ത നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അന്ന് സമ്മാനമായി ലഭിച്ച 50 വഖ്ത് നിസ്കാരങ്ങൾ എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് മനസ്സിലാക്കി 5 വഖ്ത് നിസ്കാരങ്ങളാക്കി വാങ്ങിയ നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ 5 വഖ്ത് നിസ്കാരങ്ങൾ വീഴ്ചകൾ വരുത്താതെ നാം ഓരോരുത്തരും കൃത്യമായി നിർവഹിക്കുന്നവരാകണം. അതാണ് മിഅ്റാജ് നൽകുന്ന പ്രഥമവും പ്രധാനവുമായ സന്ദേശം. ഒരൊറ്റ നിസ്കാരം പോലും ജീവിതത്തിൽ ഖളാവാകൂല എന്ന അകം തൊട്ട പ്രതിജ്ഞ നമുക്കുണ്ടാകണം. ജീവിതത്തിലെ എല്ലാ വീഴ്ചകളും പരിഹരിക്കപ്പെടാൻ കൃത്യമായ നിസ്കാരങ്ങൾ കാരണമാകും. ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അരികിൽ ഒഴുകുന്ന നദിയിൽ നിന്ന് 5 നേരം ഓരോ ദിവസവും കുളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരം എത്രമാത്രം ശുദ്ധമാകുമോ അതിലുപരി ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും കഴുകി അകം മിനുക്കിയെടുക്കാൻ 5 വഖ്തിലെ നിസ്കാരങ്ങൾക്കാകും. കൃത്യമായ സമയങ്ങളിൽ നിസ്കരിക്കുന്നവർക്ക് ധാരാളം നേട്ടങ്ങൾ അള്ളാഹു നൽകുമെന്ന് കിതാബുകളിൽ കാണാം. അള്ളാഹുവിൻ്റെ സ്നേഹവും മലക്കുകളുടെ കാവലും ലഭിക്കാൻ നിസ്കാരം കാരണമാകും. വീട്ടിൽ ബറക്കത്തുണ്ടാവാനും മുഖത്ത് സൽസ്വഭാവികളുടെ അടയാളങ്ങൾ ദൃശ്യമാവാനും സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ വിട്ടുകടക്കാനും നരകമോചനം ലഭിക്കാനും സ്വർഗത്തിൽ ഉന്നതരായ ഔലിയാക്കളുടെ സാമീപ്യം ലഭിക്കാനും നിസ്കാരം നമ്മെ സഹായിക്കും. മിഅ്റാജ് നൽകുന്ന മറ്റൊരു സന്ദേശം പശ്ചാത്താപത്തിൻ്റെതാണ്. റജബ് വിടവാങ്ങുകയാണല്ലോ. വിശുദ്ധ റമദാനിലേക്ക് ഒരുങ്ങാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹീതമായ മാസമാണ് റജബ്. അങ്ങനെ ഒരു മുന്നൊരുക്കം നടന്നിട്ടുണ്ടോ എന്ന ആത്മവിചാരണ നടത്തേണ്ട സമയം കൂടിയാണ് ഇത്. ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങി വരും നാളുകളിൽ സുഹൃത്തുക്കളുടേതാക്കി മാറ്റുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. വിശുദ്ധ ശഅബാൻ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ശഅബാനിനെ കുറിച്ച് എൻ്റെ മാസമാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ശഅബാനിനെ സ്വലാത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയം നേടാനും സ്ഫുടം ചെയ്ത ഹൃദയവുമായി റമദാനിനെ വരവേൽക്കാനും നമുക്ക് സാധിച്ചാൽ നാം അനുഗ്രഹീതരാവും. നാഥൻ തുണക്കട്ടെ.